പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് മീഡിയ മുഖാന്തരം കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം രോഗങ്ങൾ ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന് ഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വേദപുസ്തകം അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ രോഗങ്ങൾ പല രീതികളിലാണ് വന്ന് ഭവിക്കുന്നത്. എത്ര ചികിത്സിച്ചിട്ടും മാറാതെ കിടക്കുന്നതായ ഒത്തിരി രോഗങ്ങൾ ഈ ലോകത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ മരുന്നുകൾ കണ്ടുപിടിക്കുവാൻ കഴിയാത്തതായ രോഗങ്ങളും ഈ ലോകത്തിനകത്ത് വളരെയധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയരെ, നമ്മൾ എത്ര ക്രമീകരിച്ചാലും എത്ര സൂക്ഷിച്ചാലും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ രോഗങ്ങളെ കണ്ടുപിടിക്കുവാനുള്ള ഉപകരണങ്ങളും കണ്ടുപിടിക്കുന്നു. പക്ഷേ ഈ രോഗങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏത് സാധനം വാങ്ങിച്ചാലും അതിൽ മായം ചേർക്കുന്നതുകൊണ്ട് രോഗങ്ങൾ മനുഷ്യന്റെ ശരീരങ്ങളിൽ വന്നു ഭവിക്കുകയാണ്. ഏകദേശം 4 ഭാഗങ്ങളിലും 3 ഭാഗങ്ങളിലായിട്ട് 3 ഭാഗങ്ങളിൽ കൂടി രോഗം നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത് കുഷ്ഠരോഗം എന്ന് പറയുന്ന രോഗം, അതുപോലെയുള്ള മുറിവ് സംബന്ധമാകുന്ന രോഗങ്ങൾ വരാനുള്ള കാരണമെന്ന് പറയുന്നത് ആത്മീകമാകുന്ന നിലവാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ, ആത്മീകമാകുന്ന നിലവാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, മറ്റുള്ളവരെ വളരെയധികം വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വളരെയധികമാകുന്ന സങ്കടകരമാകുന്ന കുഷ്ഠരോഗം, അതുപോലെയുള്ള മുറിവ് സംബന്ധമാകുന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുപോലെ മഹാമാരികളും അതുപോലെ തന്നെ ബാക്ടീരിയ, വൈറസ് പോലെയുള്ള സംബന്ധമാകുന്ന രോഗങ്ങൾ ബാധിക്കപ്പെടുന്നത് ഇവിടെ അതിന് ആധാരമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മിസ്രൈം എന്ന ദേശത്തിനകത്ത് ഈ ദൈവജനം ആരാധിക്കുന്നതിന് വേണ്ടി വിടാതിരുന്നപ്പോൾ അവിടെ 10 ബാധകൾ വരുവാനായിട്ടിടയായി. മഹാമാരികൾ, അതുപോലെ വൈറസ് സംബന്ധമാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പലവിധമാകുന്ന ബാധകൾ, ഏകദേശം 10 ബാധകൾ മിസ്രൈമിന്റെ രാജ്യത്ത് വെളിപ്പെടുവാനായിട്ടിടയായി. ഈ രോഗം വരുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹമില്ലാത്തവരുടെ ഇടയിൽ വെളിപ്പെടുന്ന ബാധയായി രോഗം വന്ന് ഭവിക്കുന്ന ഒരു അനുഭവമാണ്. അടുത്ത മൂന്നാമത് കാലാവസ്ഥ അനുസൃതമായി സംബന്ധിക്കുന്നതായ രോഗം, അത് പനി, വീക്കം, അതുപോലെ തന്നെ അന്ധത, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്നതായ രോഗങ്ങൾ. അങ്ങനെ 3 തരങ്ങളിൽ. ഒന്ന്, ആത്മീകത്തിൽ നിന്നും കുറവുകൾ സംഭവിക്കുമ്പോൾ, ആത്മീക ജീവിതത്തിൽ നിന്നും കുറവുകൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ ഭൗതികമാകുന്ന ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് രോഗങ്ങൾ വന്നു ഭവിക്കുന്നു. രണ്ടാമത് ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതെ ഇരിക്കുന്ന വീട്ടിനകത്ത് ബാധ പോലെ പല രീതികളിലുള്ള വൈറസ് സംബന്ധമാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ വന്ന് ഭവിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കാലാവസ്ഥയുടെ ചേഞ്ച് കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് രോഗങ്ങൾ വന്ന് ഭവിക്കുന്നു. അങ്ങനെ 3 തരത്തിലുള്ള രോഗങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 7 തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച്, പാരമ്പര്യമാകുന്ന രോഗങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അതിൽ ഒന്നാമത്തെ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഈ എന്നെക്കാളും ആര് വളരരുത്, മറ്റുള്ളവരെക്കാൾ എനിക്ക് ഉയർന്നു നിൽക്കണം എന്നുള്ള രീതികളിലെ ഈ അഹംഭാവം എന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഈ പാപം എന്ന് പറയുന്നത് പാരമ്പര്യമായി ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ്. ഇവ ആത്മീകമായ രോഗങ്ങൾ അല്ലെങ്കിൽ ദുരാചാരങ്ങളാണ്, ശാരീരികമായ രോഗങ്ങളല്ല.
ഇത് ശാരീരികമായ രോഗങ്ങളല്ല, ഇത് ആചാരങ്ങൾ, അതുപോലെ തന്നെ ആത്മീകമാകുന്ന രോഗങ്ങൾ. നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ മനസാക്ഷിക്ക് അനുസരിച്ച് മുമ്പോട്ട് പോകാതെ മറ്റുള്ളവരെക്കാൾ ഉയരാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. ക്രൈസ്തവം ഈ അവസ്ഥയെ കുറിച്ച് പറയുന്നത് ബൈബിൾ പറയുന്നത് ഇത് രോഗങ്ങളല്ല. ക്രൈസ്തവം അതുപോലെ തന്നെ അഹങ്കാരം രണ്ടാമത് പറയുകയാണ്. അഹങ്കാരം, അമിതമായ സ്വയമായി പ്രാധാന്യം കൊടുക്കുന്ന അനുഭവങ്ങൾ. നമുക്കറിയാം, നെബൂഖദ്നേസറിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് അഹങ്കാരം നെബൂഖദ്നേസറിന് ഉണ്ടാകുവാനിടയായി. അവസാനം എന്താ സംഭവിച്ചത്? പശുവിനെ പോലെ പുല്ല് തിന്നുന്ന ഒരു അനുഭവത്തിലേക്ക് നെബൂഖദ്നേസറിന്റെ ജീവിതം മാറുവാനായിട്ടിടയായി. അതുപോലെ തന്നെ അത്യാഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തിനോടുള്ള അമിതമായ താല്പര്യം. സമ്പത്തിനോടുള്ള അധികമായ താല്പര്യം കാരണം പലരും പല രീതികളിലും മനുഷ്യരെ മറക്കുന്ന അല്ലെങ്കിൽ മനസാക്ഷി പ്രവർത്തികളെ മറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം നമ്മുടെ ജീവിതത്തിൽ പല രോഗങ്ങളും പല വീഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത് പാരമ്പര്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗലക്ഷണമാണ്. അതുപോലെ അടുത്ത വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് കാമം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഇത് പാരമ്പര്യമായി തുടർന്നുകൊണ്ടിരിക്കും. ഇത് പല രീതികളിലാണ് പല വ്യക്തികളിലും വ്യാപരിക്കുന്നത്. അവർ ചില വ്യക്തികൾക്ക് മറ്റുള്ളവരുമായി ശാരീരികമായ ബന്ധത്തിൽ അതിനോടുള്ള ഒരു ആർത്തി, അതും ചില വ്യക്തികൾക്ക് സാമ്പത്തികമാകുന്ന വിഷയങ്ങളോടുള്ള ആർത്തി, അതുപോലെ തന്നെ മറ്റു ചില വ്യക്തികൾക്ക് അധികാരങ്ങളോടുകൂടിയുള്ള ആർത്തി. ഇങ്ങനെയുള്ള ആർത്തി കാരണം അവരുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുകയാണ്. ഇത് ആത്മീക സംബന്ധമായിട്ട് ഒത്തിരി ദൈവത്തിൽ നിന്നും അകലുന്നതിന് കാരണമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുപോലെ തന്നെ അസൂയ എന്ന് പറയുന്ന രോഗം. ഈ അസൂയ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗ്യത്തിൽ നീരസം വെളിപ്പെടുന്നതിനെയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കാൾ ഒരാൾ വളർന്നു കഴിഞ്ഞാൽ, ഉയർന്നു കഴിഞ്ഞാൽ, സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒരു നീരസം ഉണ്ടാവുകയാണ്. എന്നാലും എന്നെ വിട്ടിട്ട് അങ്ങോട്ട് പോയല്ലോ എന്ന് പറഞ്ഞുള്ള ഒരു നീരസം, ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഈ അസൂയ എന്ന് പറയുന്ന അനുഭവം വേദപുസ്തകത്തിൽ പല സ്ഥാനങ്ങളിലും അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിനകത്ത് എത്ര നമ്മൾ ശ്രമിച്ചാലും ഇത് മാറത്തില്ല. ഇത് സ്വയം ചിന്തിക്കണം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മാറി വരണമെന്ന് സ്വയം ചിന്തിച്ചാൽ മാത്രമേ ഈ അസൂയ എന്ന് പറയുന്ന അനുഭവം നമ്മളെ വിട്ട് മാറത്തുള്ളൂ. ഇത് ഒരു പാരമ്പര്യമായ ഒരു അനുഭവമാണ്. പലരിൽ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത രോഗം എന്ന് പറയുന്നത് ആഹ്ലാദഭരിതരാകുക, അമിതമായി ഭോഗിക്കുക, അല്ലെങ്കിൽ അമിതമായ ചില വിഷയത്തിനോട് ഇഷ്ടം. അത് സമ്പത്തിനോടായാലും ശരി, ഭക്ഷണത്തിനോടായാലും ശരി, പാനീയങ്ങളോടായാലും ശരി, അധികമായ ആഹ്ലാദഭരിതരാകുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിനോട് ഭയങ്കരമായിട്ട് അങ്ങ് വീണു പോകുന്ന ഒരു സാഹചര്യം. ചില വ്യക്തികൾ ആഹാരത്തോട് വീണു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചില വ്യക്തികൾ പാനീയങ്ങളോട് വീണു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത് കാരണം പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീകമാകുന്ന നിലവാരങ്ങളിൽ, ഭൗതികമാകുന്ന നിലവാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന കാര്യം പ്രിയരെ നമ്മൾ മറന്നു പോകരുത്. അവസാനം പറയുന്ന ഒരു ഭാഗമാണ് ആത്മീകമാകുന്ന അലസത, അല്ലെങ്കിൽ ഒരു മടി, ഒരു ഉത്സാഹമില്ലായ്മ, നിരുത്സാഹം വന്ന് ഭവിക്കുന്ന അനുഭവങ്ങൾ. എന്തു കാര്യം നമുക്ക് വന്നാലും
ഒരു ഉത്സാഹമില്ലാതെ അത് വളരെ മടിച്ച് ഇരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. ഇതിനെക്കുറിച്ച് സദർശവാക്യത്തിൽ മടിയനെ കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് എപ്പോഴും ഒരു ഉറക്കത്തിന്റെ ഒരു അന്ധതയുടെ അനുഭവങ്ങൾ ഇല്ലാത്ത രോഗങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. നല്ല രീതിയിൽ ജോലി ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായി ഇരിക്കുന്ന വ്യക്തിക്ക്, നല്ല രീതിയിൽ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എത്ര രോഗം വന്നാലും അതിൽ അവർക്ക് കീഴ്പ്പെട്ടു പോകാതെ ക്രിസ്തുവിൽ ബലപ്പെടുവാൻ അവർക്ക് കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള പാരമ്പര്യമായ ചില രോഗങ്ങളുണ്ട് എങ്കിൽ അത് മാറ്റാൻ ഈ നാളുകൾ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമുക്കായി തുറന്നു തരാൻ ആഗ്രഹിക്കുന്നതായ സ്വർഗീയ വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി വേദപുസ്തകം മുന്നറിയിപ്പ് തരികയാണ്.